ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 5 പ്രകൃതി ദിനമാണല്ലോ. അപ്പോൾ പ്രകൃതിയെ കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. ആ ഒരു ദിനത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചെറിയൊരു സ്ഥലം ഞങ്ങൾ ഏത് രീതിയിലാണ് സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളോടുകൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ചെറിയൊരു ഗാർഡനാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് 2025 സ്വിറ്റ്സർലൻഡിലെ ഞങ്ങളുടെ ഗാർഡൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീട് പണിതിട്ട് ഏകദേശം ഒരു 16 വർഷമായി. അപ്പോൾ 16 വർഷം തുടങ്ങി ഞങ്ങൾ ചെയ്തുണ്ടാക്കിയ ചെറിയ ചെറിയ ചെടികളും ഇപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ ചിലതൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഞങ്ങളെല്ലാം പുതിയത് ചെയ്യണം. അപ്പോൾ ഇതൊരു ആർച്ചാണ്. ഇതിൽ 2 സൈഡിലും നമ്മൾ റോസ് നട്ടിട്ടുണ്ടായിരുന്നു. ഇത് റോസ് കളറിൻ്റെയും അവിടെ റെഡ്. പക്ഷേ ആ റെഡ് കളറ് റോസ് ചെടി അല്പമൊക്കെ ചീത്തയായി. ഇപ്പം അത് നന്നായി ഇത് ചെയ്യുന്നില്ല എങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ തുടക്കമായിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ജൂൺ 1 ആണ് ഇന്ന്. അപ്പോൾ ജൂൺ 1 ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും ഇവിടുത്തെ സമ്മറൊക്കെ തുടങ്ങുന്നത്. പിന്നെ സെപ്റ്റംബർ അവസാനം വരെ ഏകദേശം കാണും. അത് കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ പതുക്കെ നശിച്ചു പോകും. തുടക്കത്തിലുണ്ടായിരിക്കണ പൂക്കളാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും. പിന്നെ കുറേയൊക്കെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ കൊഴിഞ്ഞു പോകും. ഇത് ഗരാനിയം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുള്ളതായിട്ട് തോന്നും. പക്ഷേ കുറച്ച് സ്ഥലമുള്ളൂ. ഒരു 100 പീസെങ്കിലും വെച്ചാലാണ് ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് തികയത്തുള്ളൂ. ഈ തവണ ഞങ്ങൾ റെഡാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇതിൻ്റെ 2 ജനലിനോടും ചേർന്ന് ഞങ്ങൾ ഗരാനിയം ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മതിലിനോടും ചേർന്ന്. ഈ മതിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്ത മതിലാണ്. അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ചീര അത് മുളച്ച് വന്നുള്ളൂ. ഇത് മുല്ലച്ചെടിയാണ് കേട്ടോ. നല്ല മണമുണ്ട്. പക്ഷേ ഇതൊരു ക്രീം കളറാണ്. നമ്മുടെ നാട്ടിലൊക്കെ വൈറ്റ് ആണല്ലോ. അപ്പോൾ ഇത് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ മതിലേലും മൊത്തം അങ്ങോട്ട് പടർന്നു. ഇതൊരു വലിയൊരു റോസയായിരുന്നു. മഞ്ഞപ്പൂക്കളുണ്ടാകുന്ന റോസ്. ഞാൻ പറഞ്ഞല്ലോ 16 വർഷമൊക്കെ ആയി. അപ്പോൾ അതിൻ്റേതായ മുരടിപ്പ് അതിനുണ്ട്. വളമൊക്കെ ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മെയിൻ മുല്ല ഉണ്ട്. അതിൻ്റെ തന്നെ ചെടികൾ ഞാൻ ഇവിടെ 2-3 സ്ഥലത്തായിട്ട് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ പടർന്നു വരുമ്പോൾ ഈ മതിൽ മൊത്തം ഈ മുല്ലച്ചെടി കൊണ്ട് പടർത്താന്ന് എഴുതിയിരിക്കുന്നു. പണ്ട് ഞങ്ങൾ ഈ വീട് പണിത കാലത്ത് ചെടികൾ മാത്രമായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഈ പൂ കണ്ടോ, ഇത് ബെഗോണിയാണ് കേട്ടോ. ഇതും ഏകദേശം നല്ലൊരു ശതമാനം തന്നെ ഞങ്ങൾക്ക് ഓരോ വർഷം വാങ്ങിക്കേണ്ടി വരും. കാരണം വിൻ്റർ ആകുമ്പോൾ ഈ ചെടികളൊക്കെ നശിച്ചു പോകും. ഇതിങ്ങനെ നിരനിരാന്ന് നട്ടിട്ടുണ്ട്. ഇത് എൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാവയ്ക്കത്തൈ ഒരു ഫ്രണ്ട് തന്നതാണ്. പാവയ്ക്കത്തൈ ഇവിടെ നട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും നമുക്കത് പടർത്തി വിടണം. അതൊക്കെ നട്ടിട്ടുള്ളൂ കേട്ടോ. ഒരാഴ്ചയായുള്ളൂ. ഇവിടെയും ഒരു പാവയ്ക്ക നട്ടു. പിന്നെ ഇവിടെ ഒരു ചെറിയ റോസ് ഉണ്ട്. ഇതിലൊക്കെ പൂക്കൾ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇതും ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കൊളാമ്പി പൂ പോലത്തെ പൂ ഉണ്ടാകാറുണ്ട്. നല്ല ഭംഗിയുള്ള പൂ. ഇടയ്ക്ക് വെന്തി നട്ടിട്ടുണ്ട്. റോസിൻ്റെ തൈകൾ പലയിടത്തായിട്ട് നിങ്ങൾക്ക് ഓരോന്നൊക്കെ കാണാം. പിന്നെ ഈ വെന്തി ഞങ്ങൾ നടൽ കുറവാണ്. പക്ഷേ ഈ തവണ ഇത് പല കളറായി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഒച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഞാൻ ഇത് നട്ടപ്പോൾ തന്നെ ഒച്ച് വരാതിരിക്കാൻ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുരു പോലത്തെ സാധനം കിട്ടും. ഒച്ച് ചത്തുപോകും അത് കഴിച്ചാൽ. അപ്പോൾ അത് ഞാൻ വിതറി ഇടാറുണ്ട് നടുമ്പോൾ. പക്ഷേ അങ്ങോട്ട് വിചാരിച്ച പോലെ നല്ല രീതിയിൽ ഞങ്ങൾ വളർന്നു വന്നിട്ടില്ല. ഇതിപ്പോൾ ഇവിടെയും പാവയ്ക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയുണ്ട് ഒരു പാവയ്ക്ക്. എവിടെയെങ്കിലും നമുക്ക് പടർത്തണം. ഈ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല. ഇനിയും വായോ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ചെടിയുണ്ടോ, ഇതിൻ്റെയും പേരൊന്നും അറിയത്തില്ല. അന്ന് വീടൊക്കെ പണ്ട കാലത്ത് കൊണ്ട് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു നട്ടു. പൂവുണ്ടാവുന്ന ചെടിയാണെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു പൂ പോലും അതിലുണ്ടായിട്ടില്ല. പക്ഷേ ഈ പച്ചപ്പ് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ട് അവിടെ നിർത്തിയേക്കണം. ഇവിടെ ഒരു ചുമന്ന റോസ് വരുന്നുണ്ട് കേട്ടോ. ഈ ചെടിയും ഒരു 16 വർഷം പഴക്കമുള്ള ചെടിയാണ്. ഇത് കുറേ കൂടി വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ പോയി. പക്ഷെ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഇത് ചെമ്പരത്തിയാണ് കേട്ടോ. വൈറ്റ് കളർ പൂവാണ് ഉണ്ടാകാറ്. അപ്പോൾ അതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു റോസ് നട്ടിരുന്നു. ആ റോസ് ഞാൻ വിചാരിച്ച പോലെ നല്ല രീതിയിൽ വന്നില്ല. അതിപ്പോൾ ഇങ്ങനെ അല്പമൊക്കെ മുരടിച്ചു പോയി. നോക്കാം നമുക്ക്. ബുഷുകളാണ് ഇത്. ഏകദേശം ഒരു 62 പീസോളം ഉണ്ട് ഞങ്ങളുടെ ഈ വീടിന് ചുറ്റുമായിട്ട്. ഇത് ഓരോ വർഷവും പ്രാവശ്യമെങ്കിലും ഇത് വെട്ടി റൗണ്ട് ഷേപ്പ് ആക്കണം. പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് ചെറിയ പുഴുക്കൾ ഒക്കെ വരും. ആ പുഴുക്കൾ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ മരുന്നടിച്ചു കൊടുക്കണം. അതുകൊണ്ട് നല്ല പണിയാണ്. ഇതൊരു ഏപ്രിൽ മാസമായപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് റൗണ്ടാക്കി നിർത്തി. ഫ്ലോർ വാൾ സ്റ്റൈൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു 300 പീസോളം ഉണ്ട് ഇവിടെ. ഇങ്ങനെ ബുഷ് വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഗരാനിയം വെച്ചു. താഴെയും ചെറിയ ബുഷായിട്ട് വെക്കാമെന്ന് കരുതിയിരിക്കുന്നു. അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത്. ഇവിടെ ചിലയിടത്തൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അവിടെ ഞാൻ ഒന്നും കൂടി വീണ്ടും പിടിപ്പിക്കും അത്. പിന്നെ ഈ മതിൽ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അയൽവക്കവും ഞങ്ങളും തമ്മിൽ വേർതിരിക്കുന്ന മതിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വെട്ടുന്നതും ഇതിനെ പരിപാലിക്കുന്നതും എല്ലാം അവരാണ്.
ഇതാണ് ഞങ്ങളുടെ ഗാരേജ്. ഗാരേജിലും ഈ പറഞ്ഞോണം ഞാൻ 3 ചട്ടികൾ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതും ഗരാനിയൻ തന്നെയാണ്. അപ്പം നിങ്ങളിത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു നോട്ടം നോക്കിക്കേ, എന്താ ഭംഗിയെന്നറിയാവോ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗാരേജിൽ തൂക്കിയിട്ടിരിക്കുന്ന 3 ചട്ടികൾ. ജൂൺ പകുതിയൊക്കെ ആകുമ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല പൂക്കളൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഗരാനിയൻ ദേ അവിടെ നിന്ന് വന്നിട്ട് ഇവൈദീക്കടെ വന്നിട്ട് ഇതേ ഷേപ്പിലാക്കിയേക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് ഇടണേ. ഇത് ഞങ്ങൾ കടയിൽ ചെന്നപ്പോൾ കുറേ വർഷങ്ങളായി ഇത് പൂക്കൾ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതാണ്. പേരെന്താണെന്നൊന്നും ഞങ്ങൾ ഓർത്തിരിക്കുന്നില്ല. പക്ഷേ ഇത് കാട് പോലെ അങ്ങ് വളരും. ഓരോ ഈ കല്ലേൽ തന്നെ ഒത്തിരി ഇങ്ങനെ കയറി പിടിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. കാണാൻ ഭംഗിയുണ്ട്. ഇനി പൂവിൻ്റെ കാലാവധി അങ്ങ് കഴിയുമ്പോൾ ഇത് കുറച്ചൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഓരോ വീട് പണിയുമ്പോഴും ഇവിടെ 2 പാർക്കിംഗ് ഏരിയ കൊടുക്കാറുണ്ട്. ഒന്ന് നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനും പിന്നെ നമുക്ക് വിസിറ്റേഴ്സ് വരുമ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വിസിറ്റേഴ്സിനുള്ള പാർക്കിംഗ് ഏരിയയാണ് ഇത്. ഇവിടെ വേറെ സ്ഥലമൊക്കെ ഉണ്ട് വിസിറ്റേഴ്സിന് പാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനൊക്കെയുള്ള ഒരു വഴിയായിട്ട് അങ്ങനെയൊക്കെ പോകുന്നു. ഇവിടെ ഞാൻ 2-3 ഗരാനിയം നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ പണ്ട് നമുക്ക് പുല്ലായിരുന്നു. പുല്ലൊക്കെ ഞങ്ങൾ എടുത്തു കളഞ്ഞു. ഇപ്പം 2-3 വർഷമായി. ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബീൻസ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ മൊത്തം ബീൻസ് നട്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും അത് വളർന്നു വരുമ്പോൾ കുറ്റി ബീൻസാണ്, അധികം പൊക്കം വയ്ക്കത്തില്ല. ഈ ബീൻസിൻ്റെ പയറിനൊരു അസുഖമുണ്ട്, അത് എല്ലാനും മുളയ്ക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു 5-6 എണ്ണങ്ങളൊക്കെ വെച്ചിടണം. അപ്പോഴാണ് 1-2 മുളച്ച് വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നട്ടിരിക്കുന്നത് പച്ചമുളകാണ്. കണ്ടോ, ഈ പച്ചമുളകിൻ്റെ ഇടയ്ക്ക് ചീരയും ഞാൻ കട്ടയായിട്ട് വരത്തക്ക രീതിയിൽ ഒരു 5-6 പീസ് ഒന്നിച്ച് ചീരത്തൈകളും നട്ടുണ്ട്. അപ്പോൾ വളർന്ന് ഇവിടെ വരുമ്പോൾ ഭംഗിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ നട്ടിരിക്കുന്നത് വെണ്ടയ്ക്ക. ഒരു 4 വെണ്ടയ്ക്കയുണ്ട്. ഇവിടെ ഒരു പാവലവും നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു അച്ചിങ്ങ പയറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മുളച്ച് ഇത് ഭംഗിയായിട്ട് നട്ടിട്ടുള്ളൂ. അതുകൊണ്ട് സമയമെടുക്കും. പിന്നെ ഈ റോസാ ചെടീനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒരു 16 വർഷം പഴക്കമുള്ളൊരു റോസായിരുന്നു. ഇത് ഭയങ്കര ആർത്തങ്ങ് വളരും. ആർത്ത് വളർന്നതേ ഇങ്ങോട്ടേക്ക് ഇവിടെ മൊത്തം ചാഞ്ഞു കിടക്കായിരുന്നു. ഒരവണ ഞങ്ങൾ വെക്കേഷൻ എവിടെയോ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇത് മൊത്തം ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പന്തൽ പോലെ ഒരു 800 പൂവെങ്കിലും ഒരു തവണ ഇതിൽ വിരിയാറുണ്ട്. പക്ഷെ കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് കൊഴിഞ്ഞ് ഇവിടെയൊക്കെ വീഴും. അങ്ങനെ ഒരവണ ഞങ്ങൾ വെക്കേഷന് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം അങ്ങനെ ഒടിഞ്ഞങ്ങോട്ട് വീണു, ഇവിടെ നിലം പതിച്ചു. പിന്നെ ഞാൻ അതെല്ലാം കടയോടെ വെട്ടി. ഇപ്പോൾ പുതിയതായിട്ട് പിടിച്ചു വന്നിരിക്കുന്നതാണിത്. പിന്നെ ബെഗോണിയ നമ്മൾ ഇവിടെയും നട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു റോസ് തൈ ഉണ്ട് കേട്ടോ. ഇവന് വളരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. ബാർബിക്യൂ ഇതിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മൂടിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഏത് സമയം നല്ല ചൂട് വരുമ്പോൾ 2 ഇറച്ചിയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്ന് കഴിക്കുക. ഇന്നലെ ഞാൻ കടയിൽ പോയിപ്പോൾ വാങ്ങിച്ച സോളാർ ലാമ്പാണ്. നല്ല ഭംഗിയുണ്ട്. രാത്രി ഇങ്ങനെ കത്തുമ്പോൾ ഇവിടെ പൂ പോലെയൊക്കെ വിടർന്ന് ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന് ചിലപ്പോൾ യൂട്യൂബൊക്കെ കണ്ട് ചുമ്മാ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടന്നൊന്ന് ആടി ഉറങ്ങാൻ പറ്റും. അതും നല്ല രസമാണ്. ഈ സാധനം ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, തണൽ കിട്ടാൻ വേണ്ടി. സൺഷെയ്ഡ് ഉണ്ട് എൻ്റെ മേളിൽ. ഇത് നമുക്ക് നല്ല ചൂട് വരുമ്പോൾ ഇത് താഴേക്ക് ഇടാം. അപ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ നമുക്ക് കിടക്കാം. എന്താ രസം എന്നറിയാമോ അവിടെ കിടക്കാൻ? എന്താ സുഖം. ബെഗോണിയ നട്ടിരിക്കുന്ന വേറൊരു ഇതാണ്. ഇവിടെയുണ്ട് അവിടെയുണ്ട്. നല്ല രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയും കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് സ്ഥലം തീരെ കുറവാണ്. എനിക്ക് കുറച്ചും കൂടി സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അടിച്ചു പൊളിച്ചേ. ചീര പച്ചക്കറികൾ ഇതിൻ്റെ ഇടയ്ക്ക് നട്ടിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചട്ടികളിൽ ഗരാനിയം വെച്ചിട്ടുണ്ട്. നല്ല പണിയാണ് കേട്ടോ, ഗാർഡൻ പണി നല്ല പണിയാണ്. ഇവിടെയും റോസ് ഉണ്ട്. തക്കാളിയാണ് കേട്ടോ ഇവിടെ നട്ടിരിക്കുന്നത്. ഇതൊരു ഓറഞ്ച് കളർ റോസാണ് കേട്ടോ. ഇതൊക്കെ വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇവിടെ ബീറ്റ്റൂട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ട്, സബോള നട്ടിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്, വെളുത്തുള്ളി നട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഏതൊക്കെ പിടിക്കില്ല ഒന്നും എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇതും ഒരു സോളാർ ലാമ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കത്തിക്കഴിയുമ്പോൾ. കുറച്ചും കൂടിയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വിപുലമായിട്ടൊക്കെ ചെയ്യാമായിരുന്നു. ഇത് വെള്ള കളറായിരുന്നു. മരം ഞാൻ പെയിന്റ് അടിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് പൊട്ടൊക്കെ കുത്തിച്ച് കണ്ണൊക്കെ എഴുതി പുരികൊക്കെ എഴുതി ഒരു ഇന്ത്യൻ ലുക്കാക്കി. ഇപ്പം ഇത് പെയിന്റ് അടിച്ചിട്ട് ഒരു 2-3 വർഷമായി. അല്പമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇനിയും പെയിന്റ് അടിക്കാമല്ലോ. നമുക്ക് ഡ്രസ്സിൻ്റെ കളർ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻസിൽ പറയുക. ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇതൊക്കെ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ വീണ്ടും
വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ പച്ചക്കറികൾ വളർന്നു വരുമ്പോൾ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരേക്കും ഗുഡ് ബൈ. താങ്ക്സ് ഓൾ.